നിയമന പ്രശ്നത്തെ ചൊല്ലി ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അതേക്കുറിച്ച് ഒരു MLA നിയമസഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ നിയമസഭയിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മെത്രാന്മാരുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഇതെന്ന് അവിടെ പരസ്യമായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ മെത്രാന്മാരും വൈദികരും കത്തോലിക്കരായ നമ്മളും ഈ നാട്ടിലെ പൗരന്മാരല്ലേ? നമ്മുടെയും കൂടി വോട്ടവകാശം ഇവർക്ക് നമ്മൾ ചെയ്തതല്ലേ? ഈ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും കല്ലറങ്ങാട്ട് പിതാവും വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഒരു പൗരന്മാരല്ലേ? നമ്മുടെ വോട്ടിന് വിലയില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ അതിന്റെ അപ്പുറത്തുള്ള പക്ഷത്തിന്റെയോ അടിമകളല്ല. പക്ഷേ ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുകളുണ്ട്. എന്താണത്? അത് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടാണ്. ഈ സമൂഹത്തെ അവഗണിക്കുന്നവരെ നമ്മൾ ഒറ്റക്കെട്ടായി അവഗണിക്കുമെന്ന് പറയുന്ന ദിവസം ഇവരുടെയൊക്കെ ധാർഷ്ട്യവും പുച്ഛവും അഹങ്കാരവും അസ്തമിക്കുമെന്നതിന് തർക്കമില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു കൂട്ടായ്മയിലേക്കാണ് ബഹുമാനപ്പെട്ട രാജീവ് സാറിന്റെ നേതൃത്വത്തില് ഈ കത്തോലിക്ക കോൺഗ്രസിലൂടെ നമ്മുടെ സമുദായം നേടിയെടുത്തിരിക്കുന്ന വളർച്ച. അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞാൽ ഈ കേരളത്തിലെ 13 രൂപതകളും ഒരുമിച്ച് നിൽക്കും. അഭിമന്യ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് കത്തോലിക്ക കോൺഗ്രസിലൂടെ സർവ ക്രൈസ്തവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാസർഗോഡ് 13-ാം തീയതി തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ യാത്ര കടന്നുപോയ വേദികളിലൊക്കെ ബഹുമാനപ്പെട്ട രാജീവ് സാറിനും ഞങ്ങൾ ജാഥാംഗങ്ങൾക്കും ലഭിച്ച സ്വീകരണവും ജനപിന്തുണയും അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പല വേദികളിലും പൊറുതിമുട്ടിയ സാധാരണക്കാരായ കർഷകര്, സാധാരണക്കാരായ ജനങ്ങള് ഈ രാജീവ് സാറിന് നിവേദനം കൊടുക്കുന്നത് ഞാൻ കണ്ടു. സാധാരണ ആർക്കാണ് നമ്മൾ നിവേദനം കൊടുക്കുന്നത്? ഗവൺമെന്റിന്റെ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്കൊക്കെയാണ്. പക്ഷേ ഈ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഉപകാരമില്ല എന്ന് സാധാരണക്കാർക്ക് തോന്നിയത് കൊണ്ട് അവര് കത്തോലിക്ക കോൺഗ്രസിനെ സമീപിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ കേരളത്തിന്റെ ഗതിവിധികളെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യമേ വേണ്ടത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തണം. ഏത് കാരണത്തിന്റെ പേരിലും ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കണം. ഈ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ രൂപതകളും ഓരോ ക്രൈസ്തവനും ഒരു ചരടിൽ കോർത്ത് മുത്തുമണി പോലെ ഒരുമിച്ച് നിന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മെ ബഹുമാനിക്കും, നമ്മെ കേൾക്കും. അങ്ങനെ ഒരു നല്ല കാലത്തേക്ക് കത്തോലിക്ക കോൺഗ്രസ് നമ്മെ വളർത്തട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക.